നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ്. 1 ജൂൺ വരെ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ അപേക്ഷിക്കുക. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഷോർട്ട് ഡീറ്റെയിൽസ് വെച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപേക്ഷ തുടങ്ങാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള പറഞ്ഞ കാര്യം വെച്ച് നമ്മൾ വീഡിയോ ചെയ്തതാണ്. പിന്നെ അപേക്ഷ തുടങ്ങി ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുകയാണ്. നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 01/2026 ഗ്രൂപ്പ് സി സിവിലിയൻ പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിവിധ എയർഫോഴ്സ് സ്റ്റേഷനിലേക്കുള്ള വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം പോസ്റ്റൽ അഡ്രസ്സാണ് കൊടുത്തിട്ടുള്ളത്. ആ കമാൻഡും അതുപോലെ തന്നെ അതായത് ആ ഒരു സ്ഥലവും ഹെഡ് ക്വാർട്ടേഴ്സ് ആ ഒരു സ്ഥലത്തിൻ്റെ പേരും അതുപോലെ തന്നെ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചെറിയ ബ്ലറർ ഉണ്ട് നമ്മുടെ ഇതിൽ നോട്ടിഫിക്കേഷനിലെങ്കിലും മനസ്സിലാകുന്നത് പോലെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പം വിവിധ സെൻറ്ററിലേക്ക് അല്ലെ വിവിധ ട്രെയിനിങ് കമാൻഡിലേക്കും അതുപോലെ തന്നെ എയർ കമാൻഡിലേക്കൊക്കെ ആയിട്ട് പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട്. സെയിം പോസ്റ്റ് തന്നെയാണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഹിന്ദി ടൈപ്പിസ്റ്റ്, പിന്നെ ഡ്രൈവർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സോ ഇവിടെ ഹെഡ് ക്വാർട്ടേഴ്സ് സെൻട്രൽ എയർ കമാൻഡിലേക്ക് വിളിച്ച് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ പോസ്റ്റൽ അഡ്രസ്സ് കൊടുത്ത കണ്ടോ, അതിവിടെ കൊടുത്തിട്ടുണ്ട് ഏത് എയർഫോഴ്സ് സ്റ്റേഷനാണ്. അതിൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആഗ്ര, ഉത്തർപ്രദേശ്. ഇത് പിൻ നമ്പറാണ് കേട്ടോ. ഇതിലേക്കാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത്. ഏത് സ്റ്റേഷൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് അയക്കാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ താഴേക്ക് കാണിച്ചത് തിരുവനന്തപുരം ഉണ്ട്, അതിൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചാൽ ഇത് ഹെഡ് ക്വാർട്ടേഴ്സ് വെസ്റ്റേൺ കമാൻഡാണ്. വെസ്റ്റേൺ കമാൻഡിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ഹരിയാനയിൽ വന്നിട്ട് കാണാൻ സാധിക്കും, പഞ്ചാബ്, അങ്ങനെ ഓരോരോ സ്ഥലം ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ താഴേക്ക് ഈസ്റ്റേൺ കമാൻഡ് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ വന്നിട്ടുള്ള പോസ്റ്റുകൾ, അതിൻ്റെ വേക്കൻസി, ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കമാൻഡിങ് ഓഫീസർ ഓരോരോ അഡ്രസ്സും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തത്. ഈസ്റ്റേൺ കമാൻഡിൽ തന്നെയാണ് കേട്ടോ. അവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സിവിലിയൻ മോട്ടോർ മെക്കാനിക് ആ ഒരു പോസ്റ്റ് അടക്കം വന്നിട്ടുണ്ട്. സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ എന്ന് പറയുന്നത് ഓർഡിനറി ഗ്രേഡ് അത് വന്നിട്ടുണ്ട്. പിന്നെ സദേൺ കമാൻഡാണ് വന്നിട്ടുള്ളത്. സദേൺ കമാൻഡിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് സദേൺ എയർ കമാൻഡിലേക്ക് വന്ന് കാണാൻ സാധിക്കും. അവിടെയാണ് നമ്മുടെ തിരുവനന്തപുരം വരുന്നത്. അവിടെ വന്നിട്ടുള്ള ആകെ ഒരു പോസ്റ്റാണ് ഹിന്ദി ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഹിന്ദി ടൈപ്പിസ്റ്റ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ യോഗ്യത ഞാൻ മുമ്പോട്ട് പറയും, നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ലോവർ ഡിവിഷൻ ക്ലർക്ക് പോലുള്ള മറ്റുള്ള പോസ്റ്റുകൾ, ഹിന്ദി അറിയില്ല മറ്റുള്ള പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അതിന് എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യം അതിൽ അപേക്ഷിക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് ഈ ഒരു പോസ്റ്റിനാണ് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു അഡ്രസ്സിലേക്ക് 2 അഡ്രസ്സായിട്ട് അയച്ചാൽ മതി. അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ കമാൻഡിങ് ഓഫീസർ ഹെഡ് ക്വാർട്ടേഴ്സ് സദേൺ HQ സദേൺ എയർ കമാൻഡ് യൂണിറ്റ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇത് ട്രിവാൻഡ്രം. പിന്നെ ഇതാ ഇവിടെയുള്ള നമ്പർ 695011 ആ ഒരു പിൻകോഡിലേക്ക് നിങ്ങൾ അപേക്ഷ അയച്ചാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ യോഗ്യതയും കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. യോഗ്യത പറയുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC ലെവൽ 2 ആണ് പേ സ്കെയിൽ. +2 ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. +2 മതി. വിദ്യാഭ്യാസ യോഗ്യത +2 ആണ്. പക്ഷേ പരീക്ഷയൊക്കെ ഉണ്ടാവും. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും, ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. 35 വേർഡ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദിയോ ടൈപ്പ് ചെയ്യാൻ പറ്റണം. ഇതിലേതെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഇനി ഹിന്ദി ടൈപ്പിസ്റ്റ് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ്. അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കാനായിട്ട് +2 തന്നെ മതി. +2 ആണ് യോഗ്യതയായിട്ട് വരുന്നത്. അവിടെയും ടൈപ്പിംഗ് പറയുന്നത് 35 വേർഡ് പെർ മിനിറ്റിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റിൽ ഹിന്ദി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാൻ പറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇംഗ്ലീഷോ ഹിന്ദിയോ ഉണ്ട് ടൈപ്പ് ചെയ്യാന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പറയുന്നുണ്ട്. അപ്പം പ്രശ്നമില്ല, നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് അപേക്ഷിക്കാൻ ഓക്കെ ആണെങ്കിൽ അങ്ങനെ അപേക്ഷിക്കാം. പക്ഷേ ടൈപ്പിംഗ് അറിഞ്ഞിരിക്കണം. പിന്നെ സിവിലിയൻ മെക്കാനിക് ട്രാൻസ്പോർട്ട് ഡ്രൈവറാണ്. അപ്പോൾ അതിന് അപേക്ഷിക്കാൻ 10ാം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മസ്റ്റ് ഹോൾഡ് എ വാലിഡ് സിവിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൂടി പറയുന്നത് കാണാൻ സാധിക്കും. ലൈറ്റ് ഹെവി വെഹിക്കിൾ ആണ് പറഞ്ഞിട്ടുള്ളത്, അതുണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും. ഡ്രൈവിംഗ് നിങ്ങൾ എന്ത് ചെയ്യണം, പാസ്സാവേണ്ടതായിട്ടുണ്ടാവും. സ്കിൽ ഇൻ ഡ്രൈവിംഗ് അത് തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് ഡ്രൈവിങ്ങിലുള്ള അറിവുണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അവർ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് പിന്നെ വേണ്ടത് നോളജ് ഓഫ് മോട്ടോർ മെക്കാനിസത്തിൻ്റെ നോളജ് വേണം. പിന്നെ മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് കൂടി ഡ്രൈവിങ്ങിൽ ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ യോഗ്യതയായിട്ട് പറയാനുള്ളത്. സോ ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം. ഇത് വേറെ തന്നെ ഒരു പേജിലായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം. അത് മൊത്തം നിങ്ങൾ ഫില്ല് ചെയ്ത് അയച്ചാൽ മതി. അതും കൂടി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് കൃത്യമായിട്ട് ഫില്ല് ചെയ്ത് ഇവിടെ നിങ്ങൾ ഫോട്ടോഗ്രാഫൊക്കെ ഒട്ടിച്ച് ഒരു ഓഫ്ലൈൻ അപേക്ഷ അയക്കില്ല, അതുപോലെ തന്നെ നിങ്ങൾ അയക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഫോർ ഒഫീഷ്യൽ റെക്കോർഡ് ഓൺലി എന്ന് പറയുന്നത് നിങ്ങളൊന്നും ചെയ്യേണ്ടത്, അവരാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, അക്നോളജ്മെൻറ്റ് കാർഡ്, ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അയക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക.
അല്ല നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലുള്ള ഇതിൽ തന്നെ അയച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് അങ്ങനെയും അയക്കാം. ഏറ്റവും ബെറ്റർ ഞാനിപ്പം പറഞ്ഞതിലൂടെ കുറച്ച് പ്രൊഫഷണലായിട്ട് ആ ഒരു രീതിയിൽ അയക്കുന്നതാണ്. ഈ ഒരു സംഭവം തന്നെയാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. ആ സംഭവത്തിൽ നിങ്ങൾ അയച്ചാൽ മതിയാവും. അപ്പോൾ അതിലേക്ക് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും അടിയിലായിട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർ മാത്രമേ ഇത് പ്രത്യേകം എടുക്കുക കേട്ടോ. അതും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പം പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ഈ ഒരു ഫോം ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ഫോം ഉണ്ടല്ലോ, അത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫോട്ടോ ഒരു ടെലിഗ്രാം ചാനലിൽ താഴെ നിങ്ങൾക്ക് ഉണ്ടാവും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ്, ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഈ വീഡിയോൻ്റെ അടിയിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഫോട്ടോ എടുത്ത് പ്രിൻ്റ് എടുത്തതിന് ശേഷം അത് ഫില്ല് ചെയ്തിട്ട് നേരത്തെ നമ്മൾ കാണിച്ച അഡ്രസ്സ് ഉണ്ടല്ലോ, ആ അഡ്രസ്സിലേക്ക് അയച്ചാൽ മതി. ഇതാണ് അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. മാക്സിമം സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.